എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സർക്കിൾസ് വൃത്തങ്ങൾ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇന്ന് പുതിയൊരു ഭാഗമാണ് പഠിക്കുന്നത്. കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്, ഞാണും കോണും ചാപവും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. വൃത്തത്തിൻ്റെ വ്യാസം ആണ് AB. വ്യാസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ഞാൻ. അപ്പം നമ്മൾ പഠിച്ച എന്താണ്? ഈ വ്യാസത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ എത്ര ഡിഗ്രി ആണെന്നായിരുന്നു പഠിച്ചത്? 90 ഡിഗ്രി അല്ലേ? അത് ഇവിടെയാണെങ്കിലും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് വ്യാസം അല്ലാത്ത ഒരു ഞാൻ വരയ്ക്കുന്നു. വ്യാസമല്ലാത്ത ഞാണാവുമ്പോൾ വൃത്തം 2 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കപ്പെടുമോ? ഇല്ല. ഒന്ന് വൃത്തം ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവുമായിട്ടാണ് ഈ ഞാൻ വൃത്തത്തെ മുറിക്കുന്നത്. അപ്പോൾ ഈ ഞാണിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ ഈ വലിയ ഭാഗത്ത് ഒരു ബിന്ദുവാണ് P. ഈ Pയിൽ ഞാണിൻ്റെ അറ്റങ്ങളായ എയും ബിയും കൂടെ ചേർന്ന് യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ കോൺ എത്രയാണ്? പിന്നെ ഈ വൃത്തത്തിൻ്റെ ചെറിയ ഭാഗത്തുള്ള ഒരു ബിന്ദുവാണ് Q. ഞാണിൻ്റെ അറ്റങ്ങളായ എയും ബിയും ഈ Qവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഈ കോണിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഞാനിവിടെ വ്യാസമല്ലാത്ത ഒരു ഞാൻ വരച്ചിരിക്കുന്നു. ആ ഞാണിന് AB എന്ന് പേര് കൊടുക്കുന്നു. ഈ AB എന്ന ഞാൻ വൃത്തത്തെ ഒരു വലിയ ഭാഗവും ചെറിയ ഭാഗവുമായി മുറിക്കുന്നു. വലിയ ഭാഗത്തിലെ ഒരു ബിന്ദുവാണ് P. ആംഗിൾ APB എത്രയാണെന്ന് നമുക്കൊന്ന് അളന്നു നോക്കാം. ആംഗിൾ APB എത്രയാണ്? ഈ 0 തൊട്ടുള്ള അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ 65 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. ഞാനിവിടെ 65 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഈ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്ത് ഞാൻ വേറൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു, Q. ഇനി ഞാണിൻ്റെ അറ്റങ്ങൾ എയും ബിയും ഈ Qവുമായും യോജിപ്പിക്കുന്നു. ഇനി ഈ കോൺ AQB എത്രയുണ്ടെന്ന് നമുക്ക് അളന്ന് നോക്കാം. കണ്ടോ? AQBയും കൃത്യമായിട്ട് എത്ര ഉണ്ട്? 65 ഡിഗ്രി. ഇനി ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു, R. ഈ ആംഗിൾ ARBയും എത്രയുണ്ടെന്ന് നോക്കാം. കണ്ടോ? അതും കൃത്യം എത്ര ഡിഗ്രി ഉണ്ട്? 65 ഡിഗ്രി. ഇതും 65 ഡിഗ്രി. ഇനി ഈ AB എന്ന ഞാണിൻ്റെ ഈ മുകളിലുള്ള ഈ വലിയ ഈ വൃത്തത്തിൻ്റെ ഭാഗമുണ്ടല്ലോ, അവിടെ ഏതൊരു ബിന്ദു എടുത്ത് എയും ബിയുമായിട്ട് യോജിപ്പിച്ചാലും എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 65 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ഈ വൃത്തത്തിൻ്റെ കേന്ദ്രം ഇതാണല്ലോ. കേന്ദ്രം ഞാൻ O എന്ന് മാർക്ക് ചെയ്യുന്നു. എയും ബിയും Oയുമായി യോജിപ്പിക്കുന്നു. ഈ കേന്ദ്ര കോൺ ആംഗിൾ AOB എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതേ പ്രൊട്രാക്ടർ ഇങ്ങനെ നേരെ വെച്ചു. കണ്ടോ? ഈ 0 മുതലുള്ള അളവാണ് എടുക്കേണ്ടത്. ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? കണ്ടോ? കൃത്യം 130 ഡിഗ്രി. കണ്ടോ? 0 മുതലുള്ള അളവ് 130. അപ്പോൾ ഈ കേന്ദ്രകോൺ എത്രയാണ്? 130 ഡിഗ്രി. അപ്പോൾ നമുക്കിപ്പം ഇവിടെ കിട്ടിയ കാര്യം എന്താണ്? AB എന്ന ഞാണിൻ്റെ അറ്റങ്ങൾ ഈ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്ത് ഏതൊരു ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ 65 ഡിഗ്രിയാണ്. അപ്പോൾ ഈ എയും ബിയും കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ 65ൻ്റെ ഇരട്ടിയല്ലേ 130 ഡിഗ്രിയാണ്. നിങ്ങൾ ഇനി ഞാൻ കാണിക്കുന്ന ഒരു പ്രവർത്തനം, ജിയോജിബ്രയിലുള്ള ഒരു പ്രവർത്തനം നോക്കിക്കേ. അവിടുത്തെ കേന്ദ്രകോണും സെൻട്രൽ ആംഗിളും പിന്നെ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്ത് ഓരോ പോയിന്റിലുമുള്ള ആംഗിളും ഒന്ന് ശ്രദ്ധിക്കണം. സെൻട്രൽ ആംഗിൾ മാറുന്നില്ല. ഈ പോയിൻറ്റ്സ് ഈ മുകളിൽ ഈ A മുതൽ ഇവിടം വരെ ചലിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആംഗിളിന് മാറ്റമുണ്ടോ? ഇല്ല. ഈ ആംഗിളും മാറാതിരിക്കുന്നത് കാണാം. സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയുമായിരിക്കുമെന്ന് ഈ പ്രവർത്തനം ഒന്ന് നോക്കൂ.
അപ്പോൾ നമ്മളിപ്പം കണ്ട എന്താണ്, എ ബി എന്ന വ്യാസമല്ലാത്ത ഞാൻ, ഡയമീറ്റർ അല്ലാത്ത കോഡ് വൃത്തത്തെ 2 ഭാഗങ്ങളാക്കുന്നു. ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും. വലിയ ഭാഗത്ത് ഈ ഞാണിൻ്റെ അല്ലെങ്കിൽ കോഡിൻ്റെ അറ്റങ്ങൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളുകളെല്ലാം തുല്യമാണെന്ന് കണ്ടു അല്ലേ. അതിൻ്റെ ഇരട്ടിയാണ് ഈ ഞാണിൻ്റെ അറ്റങ്ങൾ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ ഉള്ള ആംഗിൾ എന്നും കണ്ടു. ഇനി ഈ വൃത്തത്തിൻ്റെ ചെറിയ ഭാഗത്ത് ഒരു ബിന്ദുവിൽ ഈ എയും ബിയും യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു. നമ്മളിവിടെ PQR അല്ലേ കൊടുത്തത്, അപ്പോൾ ഇതിന് M എന്ന് പേര് കൊടുക്കുക. M. ഞാൻ എയും ബിയും M എന്ന ബിന്ദുവിൽ യോജിപ്പിക്കുന്നു. ഈ ആംഗിൾ എത്ര വരും നോക്കിക്കേ. 110 കൂടുതലുണ്ട്, 115. ഈ ആംഗിൾ എത്രയാണ്? 115. ഇനി വേറൊരു പോയിൻ്റ് അടയാളപ്പെടുത്താം. ഇവിടെ N. എയും ബിയും Nനുമായി യോജിപ്പിക്കുന്നു. എയും ബിയും Nനുമായി യോജിപ്പിച്ചു. ഈ ആംഗിൾ എത്രയുണ്ടെന്ന് നമുക്ക് അളന്ന് നോക്കാം. ഈ ആംഗിളും എത്ര ഡിഗ്രിയാണെന്ന് കാണാൻ. കണ്ടോ, ഇതാണ് 115 ഡിഗ്രിയാണെന്ന് കാണാം. അപ്പോൾ ഇതും 115. അപ്പോൾ എ ബി എന്ന ഞാൻ വൃത്തത്തെ വലിയ ഭാഗവും ചെറിയ ഭാഗവുമായി മുറിക്കുന്നു. ചെറിയ ഭാഗത്തിലെ ഒരു ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളും ഇവിടെ 2 ആംഗിളും തുല്യമാണ്. ഇനി ഏത് പോയിൻ്റ് എടുത്ത് ഈ എ ബിയുടെ താഴെയുള്ള ഏത് പോയിൻ്റ് എടുത്ത് എയും ബിയുമായി യോജിപ്പിച്ച് ആംഗിൾ ഉണ്ടായാലും ആ ആംഗിൾ എത്രയായിരിക്കും? 115 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എ ബി എന്ന ഞാൻ വൃത്തത്തെ വലിയ ഭാഗവും ചെറിയ ഭാഗവും ആക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ വലിയ ഭാഗത്തിലെ കോണുകളെല്ലാം 65 ഡിഗ്രിയാണെന്ന് കണ്ടു. ഈ ഞാണിൻ്റെ അറ്റങ്ങൾ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ എത്രയാണെന്ന് കണ്ടു? 130 ആണെന്ന് കണ്ടു. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ 65ൻ്റെ ഇരട്ടിയാണ് 130 അല്ലേ. പിന്നെ ഈ 115ഉമായിട്ട് എന്തെങ്കിലും ഈ കേന്ദ്രകോണിന് ബന്ധമുണ്ടോ? ഈ 65ഉം ഈ 115ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ 65ഉം 115ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? എ ബി എന്ന ഞാൻ വൃത്തത്തെ വലിയ ഭാഗവും ചെറിയ ഭാഗവുമായി മുറിക്കുന്നു. എ ബി എന്ന ഞാൻ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോൺ 130 ഡിഗ്രിയാണ്. അതിൻ്റെ പകുതിയാണ് വൃത്തത്തിൻ്റെ വലിയ ഭാഗത്തെ ഒരു ബിന്ദുവിൽ ഈ ഞാണിൻ്റെ അറ്റങ്ങൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ. 130ൻ്റെ പകുതിയാണ്. പിന്നെ ഈ ഞാൻ വലിയ ഭാഗവും ചെറിയ ഭാഗവും ആക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വലിയ ഭാഗത്തിലെ ഒരു ബിന്ദുവിലുള്ള കോണും ചെറിയ ഭാഗത്തിലെ ഒരു ബിന്ദുവിലുള്ള കോണും, ഈ ഇരുഭാഗത്തുമുള്ള കോണുകൾ കൂട്ടിയാൽ 180 ആണ്. അതായത് 65ഉം 115ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 180 അല്ലേ. 65ഉം 115ഉം കൂടെ കൂട്ടിയാൽ 180 ആണ്. പിന്നെ ഈ കോണിനെ കേന്ദ്രകോണുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ പറയാം? ഈ ചെറിയ ഭാഗത്തെ ഒരു ബിന്ദുവിലുള്ള കോൺ എന്ന് പറയുന്നത് കേന്ദ്രകോൺ 130 ഡിഗ്രിയാണ്. അതിൻ്റെ പകുതി എത്രയാണ്? 65 ആണ്. 180ൽ നിന്ന് 65 കുറച്ചാൽ ഈ കോൺ കിട്ടും. 180ൽ നിന്ന് 65 കുറച്ചാൽ 115 ഡിഗ്രി അല്ലേ. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എ ബി എന്ന ഞാൻ വൃത്തത്തെ വലിയ ഭാഗവും ചെറിയ ഭാഗവുമായി മുറിക്കുന്നു. ഇതിൻ്റെ കേന്ദ്രം ഓയാണ് സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ ഇവിടെ 140 ഡിഗ്രിയാണ്. അപ്പോൾ ഈ എ ബി എന്ന ഞാൻ ഈ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്ത് ഏതൊരു ബിന്ദുവുമായും ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ 140ൻ്റെ പകുതി 70 ഡിഗ്രി ആയിരിക്കും. ഇത് പി ആണെങ്കിൽ ആംഗിൾ എ പി ബി 70 ആണ്. ഇനി വേറൊരു പോയിൻ്റ് ഇവിടെ എടുത്തു, ആംഗിൾ എ ക്യു ബി, അതും എത്രയായിരിക്കും? 70. പിന്നെ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു, ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഈ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്ത് ഏതൊരു ബിന്ദുവുമായും എയും ബിയും യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിൾ ഈ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. ഇനി
ഈ ചെറിയ ഭാഗത്തെ ഒരു ബിന്ദുവുമായി എയും ബിയും യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 നിന്ന് ഈ കേന്ദ്രകോണിൻ്റെ പകുതി കുറയ്ക്കുന്നതായിരിക്കും. 180 നിന്ന് 140 പകുതി എത്രയാ? 70. 180 നിന്ന് 70 കുറച്ചാൽ എത്രയാ? 110. ഈ കോൺ എത്രയായിരിക്കും? 110. അപ്പോൾ ഇതിൻ്റെ താഴെ ഏതൊരു ബിന്ദുവായും എയും ബിയും യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ എത്രയായിരിക്കും? 110. ഇവിടെ ഞാനൊരു പോയിൻ്റ് യോജിപ്പിക്കുന്നു. ഇതും എത്രയായിരിക്കും? 110. പിന്നെ ഈ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്തും ചെറിയ ഭാഗത്തുമുള്ള കോണുകൾ കൂട്ടിയാൽ എത്രയായിരിക്കും? 180 ആയിരിക്കും. 110ഉം 70ഉം 180. ഇത് 110 അല്ലേ? 110ഉം 70ഉം 180. കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ഞാൻ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്തെ ഒരു ബിന്ദുവിലുണ്ടാക്കുന്ന കോൺ. ഈ വലിയ ഭാഗത്തെ ഏതൊരു ബിന്ദുവുമായും ഈ ഞാണിൻ്റെ അറ്റങ്ങൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ തുല്യമായിരിക്കും. ഇവിടെ ആകുമ്പോൾ എല്ലാ സ്ഥലത്തും 70 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഞാൻ വൃത്തത്തിൻ്റെ ഈ ചെറിയ ഭാഗത്ത് ഏതൊരു ബിന്ദുവിലും ഉണ്ടാക്കുന്ന കോൺ തുല്യമായിരിക്കും. ഇവിടെ അത് ഏതൊരു പോയിന്റിലും 110 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇവിടുത്തെ കോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഈ കേന്ദ്രകോൺ നമുക്കറിയാമെങ്കിൽ ഈ കോൺ കണ്ടുപിടിക്കാം. ഇത് പകുതിയായിരിക്കും ഈ വലിയ ഭാഗത്തുള്ളത്. ചെറിയ ഭാഗത്തുള്ളതോ 180 നിന്ന് ഈ കേന്ദ്രകോണിൻ്റെ പകുതി കുറയ്ക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞാൽ പോരെ, ഇത് നമുക്ക് തെളിയിക്കണം. ഇനി അടുത്തതായിട്ട് തെളിയിക്കുന്നത് നോക്കാം. ഇനി തെളിയിക്കാൻ പോവുകയാണ്. എ ബി എന്ന ഞാൻ വൃത്തത്തെ വലിയ ഭാഗവും ചെറിയ ഭാഗവുമായി മുറിക്കുന്നു. ഇനി ഈ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്ത് ഒരു പോയിൻ്റ് പി അടയാളപ്പെടുത്തി എ പിയും ബി പിയും യോജിപ്പിക്കുന്നു. നമ്മൾ ഉദാഹരണങ്ങളിലൂടെ കണ്ടത് എന്താണ്? ഈ എയും ബിയും കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഈ ആംഗിൾ ആംഗിൾ എ ബി എത്രയാണോ, ഈ ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ എ പി ബി എന്നാണ് നമ്മൾ ഉദാഹരണങ്ങളിലൂടെ നേരത്തെ കണ്ടത്. അത് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒയും പിയും കൂടി യോജിപ്പിക്കുന്നു. ഒയും പിയും യോജിപ്പിച്ചു. ഇവിടെ ഒ എയും ഒ പിയും ഒ ബിയും ഒക്കെ ഈ വൃത്തത്തിൻ്റെ റേഡിയസ് അഥവാ ആരമാണ്. അപ്പോൾ അതൊക്കെ തുല്യമായിരിക്കുമല്ലോ. ഇനി ട്രയാങ്കിൾ ഒ എ പി മാത്രം ഒന്ന് കൺസിഡർ ചെയ്തേ. ഈ ആംഗിൾ ഞാൻ എക്സ് ആണെന്ന് എടുക്കുന്നു. നമുക്കറിയാം തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും അല്ലേ? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള ആംഗിൾ എക്സ് ആയതുകൊണ്ട് ഈ വശത്തിനെതിരെയുള്ള ഈ ആംഗിളും എന്തായിരിക്കും? എക്സ്. ട്രയാങ്കിൾ ഒ എ പിയിൽ ഈ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ 2 ആംഗിളും എക്സ് ആണെന്നറിയാം. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ എക്സും കൂട്ടിയാൽ 2x. 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ് വേണ്ടത്. അപ്പം ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 നിന്ന് ഈ 2x കുറച്ചാൽ മതിയല്ലോ. അതേപോലെ തന്നെ നമ്മൾ ട്രയാങ്കിൾ ഒ ബി പി ഒന്ന് പരിഗണിക്കുക. ഈ ആംഗിൾ ഒ പി ബി ഞാൻ y ആയിട്ടെടുക്കുന്നു. ട്രയാങ്കിൾ ഒ ബി പിയിൽ ഈ 2 വശങ്ങളും തുല്യമല്ലേ? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള കോൺ y ആയതുകൊണ്ട് ഇതിനെതിരെയുള്ള കോണും എന്ത് തന്നെയായിരിക്കും? y. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 ആണ്. 2 ആംഗിൾ നമുക്കറിയാം. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ 2 ആംഗിളും കൂടെ കൂട്ടുക. y + y 2y. ഈ 2y 180 നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ ഇതെത്ര വരും? 180 - 2y. നമുക്കിവിടെ തെളിയിക്കേണ്ടത് ആംഗിൾ എ ഒ ബി എത്രയാണോ അതിൻ്റെ പകുതിയാണ് ആംഗിൾ എ പി ബി എന്ന് തെളിയിക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ആംഗിൾ എ ഒ ബി സി ഡിഗ്രി എന്ന് എടുക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആംഗിൾ എറൗണ്ട് എ പോയിൻ്റ്, ഇതിന് ചുറ്റുമുള്ള ആംഗിളുകൾ കൂട്ടിയാൽ എത്രയാണ്? 360 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 360 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സി പ്ലസ്
180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y ഈക്വൽ ടു 360. അപ്പോൾ സി പ്ലസ് 180 കൂട്ടിയാൽ എത്രയാണ്? 360 മൈനസ് 2x മൈനസ് 2y ഈക്വൽ ടു 360. നമുക്ക് സി എത്രയാണെന്നാണ് കിട്ടേണ്ടത് അല്ലേ? ഈ ആംഗിൾ പി എത്രയാണെന്ന് കിട്ടി? ആംഗിൾ എ പി ബി സമം എത്രയാണെന്ന് നമുക്ക് കിട്ടി? എക്സ് പ്ലസ് വൈ ആണെന്ന് കിട്ടി. അപ്പോൾ ഇനി ആംഗിൾ സി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടിയാണെന്ന് തെളിയിക്കണം അല്ലേ? അപ്പോൾ സി സമം 360. ഈ സമത്തിൻ്റെ ഇപ്പുറത്തുള്ളതെല്ലാം സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. പ്ലസ് 360 സമത്തിന് ഇപ്പുറം വരുമ്പോൾ മൈനസ് 360 ആവും. മൈനസ് 2x സമത്തിനിപ്പുറം വരുമ്പോൾ പ്ലസ് 2x ആവും. മൈനസ് 2yയും പ്ലസ് 2y ആവും. 360-ന് 360 കുറച്ചാൽ 0 അപ്പോൾ സി സമം എന്ത് വരും? 2x പ്ലസ് 2y അല്ലേ? രണ്ട് സ്ഥലത്തും 2 ഉള്ളത് കൊണ്ട് 2 പുറത്തെടുക്കാം, ബ്രാക്കറ്റിന് വെളിയിലെടുക്കാം. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ബ്രാക്കറ്റ് മാറ്റി നോക്കിക്കുക, ഇത് തന്നെ കിട്ടും. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു വൈ 2y. അപ്പം നമുക്കിവിടെ ആംഗിൾ സി എന്ത് കിട്ടി? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പം ഈ ആംഗിൾ എ ഒ ബി 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആകുമ്പോൾ ആംഗിൾ എ പി ബി അതിൻ്റെ പകുതി അല്ലേ? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈയുടെ പകുതി എന്നാണ് 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 2 വെട്ടിപ്പോയി, എക്സ് പ്ലസ് വൈ. അതല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്? ഞാൻ വൃത്തത്തെ 2 ഭാഗങ്ങളാക്കുന്നു. ഒന്ന് വലിയ ഭാഗവും ചെറിയ ഭാഗവും. ഞാനിൻ്റെ അറ്റങ്ങൾ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണിൻ്റെ പകുതിയായിരിക്കും ഞാനിൻ്റെ അറ്റങ്ങൾ ഈ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്ത് ഒരു ബിന്ദുവിൽമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ എന്ന് നമ്മൾ തെളിയിച്ചു. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് ഈ ഞാനിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ ഈ ചെറിയ ഭാഗത്ത് ഒരു ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോൺ ഈ കേന്ദ്ര കോണുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് തെളിയിക്കാനായി നേരത്തെ ചെയ്തതുപോലെ തന്നെ ആംഗിൾ എ ഒ ബി ഞാൻ സി ഡിഗ്രി എന്നെടുക്കുന്നു. ഈ വൃത്തത്തിൻ്റെ ചെറിയ ഭാഗത്ത് ക്യൂ എന്ന പോയിൻ്റ് അടയാളപ്പെടുത്തി ഞാനിൻ്റെ അറ്റങ്ങൾ എയും ബിയും ക്യൂവുമായി യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഈ ആംഗിളും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഉദാഹരണങ്ങളിലൂടെ എന്ത് കണ്ടു? ഈ ആംഗിൾ സി ഡിഗ്രി ആണെങ്കിൽ വൃത്തത്തിൻ്റെ ഞാൻ വൃത്തത്തെ വലിയ ഭാഗവും ചെറിയ ഭാഗവും ആക്കുമല്ലോ. വലിയ ഭാഗത്തെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും എന്നാണ് പഠിച്ചത്? ഇതിൻ്റെ പകുതി c/2 ആയിരിക്കും. ഇവിടുത്തെ ഏതൊരു ബിന്ദുവുമായും എയും ബിയും യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ c/2 ആണെന്ന് നമ്മൾ ഉദാഹരണങ്ങളിലൂടെയും കണ്ട് തെളിയിച്ചും കഴിഞ്ഞു. അപ്പോൾ ഈ താഴത്തെ ആംഗിൾ എന്തായിരിക്കും എന്നാണ് നമ്മൾ കണ്ടത്? ഇത് സി ആണെങ്കിൽ സിയുടെ പകുതി ഏതാണ്? c/2. 180-ൽ നിന്ന് c/2 കുറച്ചാൽ ഈ ആംഗിളും കിട്ടും. ഈ ആംഗിൾ അപ്പം 180 മൈനസ് c/2 ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് തെളിയിക്കണം. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഈ ഒയും ക്യൂവും കൂടി യോജിപ്പിക്കുന്നു. ഒ എ ഈ വൃത്തത്തിൻ്റെ ആരമാണ്, റേഡിയസ് ആണ്. ഒ ക്യു ഒ ബി ഇതൊക്കെ തുല്യമാണ്. അപ്പോൾ ട്രയാങ്കിൾ ഒ എ ക്യൂവിൽ ഞാൻ ആംഗിൾ എ സമ എക്സ് എന്നെടുക്കുന്നു. നേരത്തെ കണ്ടതുപോലെ തന്നെ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായതുകൊണ്ട് ട്രയാങ്കിൾ ഒ എ ക്യൂവിൽ ഒ എയും ഒ ക്യൂവും തുല്യമാണ്. ഒ ക്യൂവിനെതിരെയുള്ള ആംഗിൾ എക്സ് ആണ്. അപ്പോൾ ഒ എക്കെതിരെയുള്ള ആംഗിളും എത്രയാണ്? എക്സ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 2 ആംഗിൾ നമുക്കറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180-ൽ നിന്ന് ഈ 2 ആംഗിളും കൂടെ കൂട്ടിയത് കുറച്ചാൽ മതി. എത്രയാണ്? -2x. അപ്പോൾ ഈ ആംഗിൾ എന്ത് കിട്ടി? 180 മൈനസ് 2x കിട്ടി. ഇനി നമുക്ക് ട്രയാങ്കിൾ ഒ ബി ക്യൂ പരിഗണിക്കാം. ഒ ബി ക്യൂവിൽ ഈ ഒ ക്യൂവും ഒ ബിയും തുല്യമാണ്. ഈ ആംഗിൾ ഞാൻ y എന്നെടുക്കുന്നു. അപ്പോൾ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള y ആകുമ്പോൾ ഇതിനെതിരെയുള്ളതും y.
അപ്പോൾ ട്രയാങ്കിൾ ഒ ബി ക്യൂവിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് അറിഞ്ഞുകൂടാ. 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 അതുകൊണ്ട് ഈ ആംഗിൾ എന്ത് വരും? 180 മൈനസ് ഇത് രണ്ടും കൂടെ കൂട്ടിയത് y + y 2y അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾ നമുക്കറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 നിന്ന് ആ 2 ആംഗിളും കൂടെ കൂട്ടിയത് കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആംഗിൾ എ ഒ ബി സി ഡിഗ്രി എന്നല്ലേ എടുത്തത്. അപ്പോൾ ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആംഗിളുകൾ ചേരുന്നതാണ്? ആംഗിൾ എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ എ ഒ ക്യൂ പ്ലസ് ബി ഒ ക്യൂ ആണല്ലേ. ആംഗിൾ എ ഒ ക്യൂ പ്ലസ് ആംഗിൾ ബി ഒ ക്യൂ. ആംഗിൾ എ ഒ ബി സി ആണെന്നാണ് നമ്മൾ എടുത്തത്. ആംഗിൾ എ ഒ ക്യൂ എത്രയാണ്? 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആംഗിൾ എ ക്യൂ ബി. ആംഗിൾ എ ക്യൂ ബി എത്രയാണ്? എക്സ് പ്ലസ് വൈ ആണ് അല്ലേ. ആംഗിൾ എ ക്യൂ ബി എക്സ് പ്ലസ് വൈ ആണ്. അതും ഈ സെൻട്രൽ ആംഗിളും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ സി സമം 180 കൂട്ടിയാൽ 360 മൈനസ് 2x മൈനസ് 2y. ഈ മൈനസ് 2xും മൈനസ് 2y ഞാൻ സമത്തിനിപ്പുറം കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് വരും? സി പ്ലസ് 2x അല്ലേ. മൈനസ് 2x സമത്തിനിപ്പുറം വരുമ്പോൾ പ്ലസ് ആകും. 2y ഈക്വൽ ടു 360. നമുക്ക് ആംഗിൾ എ ക്യൂ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ സമമാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഈ സിയെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് വരും? 2x പ്ലസ് 2y ഈക്വൽ ടു 360 മൈനസ് സി. ഇവിടെ രണ്ടിടത്തും 2 ഉണ്ടല്ലോ. അപ്പം 2 ബ്രാക്കറ്റിന് വെളിയിലെടുക്കുന്നു. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 360 മൈനസ് സി. ആംഗിൾ എ ക്യൂ ബി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ സമമാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഈ ഗുണിക്കണം 2 സമത്തിനിപ്പുറം വരുമ്പോൾ എന്താകും? ഹരിക്കണം 2. 360 മൈനസ് സി ബൈ 2. അപ്പോൾ ആംഗിൾ എ ക്യൂ ബി സമം എന്ത് വരും? ഇതിനെ ഓരോന്നിനെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കണം. 360/2 മൈനസ് സി ബൈ 2. അപ്പോൾ 360നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? ഹരിക്കാൻ അറിയാമല്ലെങ്കിൽ നേരിട്ടിങ്ങനെ ഹരിച്ച് പറയാൻ അറിയാമല്ലെങ്കിൽ അല്ലാതെ ഹരിച്ച് നോക്കിയാൽ മതി. 2 2 1 ബാക്കി 16. 16ൽ 8 പ്രാവശ്യം 16 0 വീണ്ടും 0 ഇറക്കിയിട്ടു. ഹരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ 180. അപ്പോൾ 180 മൈനസ് സി ബൈ 2. അപ്പോൾ ആംഗിൾ എ ക്യൂ ബി എത്രയാണ്? 180 മൈനസ് സി ബൈ 2. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഈ ആംഗിൾ സി ആണെങ്കിൽ എ ബി എന്ന ഞാണിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിൻ്റെ ചെറിയ ഭാഗത്ത് ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 180ൽ നിന്ന് ഈ ആംഗിളിൻ്റെ പകുതി കുറച്ചതാണ്. അതായത് ആംഗിൾ എ ക്യൂ ബി എന്തായിരിക്കും? 180 മൈനസ് സി ബൈ 2. പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? വ്യാസമല്ലാത്ത ഒരു ഞാൻ വൃത്തത്തെ ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവുമായി മുറിക്കുന്നു. വലിയ ഭാഗത്തിലെ ഏതു ബിന്ദുവുമായും ഞാണിൻ്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ അവ വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണിൻ്റെ പകുതിയാണ്. ചെറിയ ഭാഗത്തിലെ ഏതു ബിന്ദുവുമായും ഞാണിൻ്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ കേന്ദ്രത്തിലെ കോണിൻ്റെ പകുതി 180 ഡിഗ്രിയിൽ നിന്ന് കുറച്ചതാണ്. എനി കോഡ് വിച്ച് ഈസ് നോട്ട് എ ഡയമീറ്റർ സ്പ്ലിറ്റ്സ് ദ സർക്കിൾ into unequal parts. The angle got by joining any point on the larger part to the ends of the chord is half the angle got by joining the center of the circle to these ends. The angle got by joining any point on the smaller part to the ends of the chord is half the angle at the center subtracted from 180 degree. നമ്മൾ ഈ പഠിച്ച തത്വങ്ങൾ വൃത്തത്തിലെ ആർക്ക് ചാപങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ പറയാമെന്ന് നോക്കാം. ആർക്ക് അഥവാ ചാപം എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാനിവിടെ ഇതിന് ക്യൂ എന്ന് കൊടുക്കുന്നു, ഇതിന് പി. അപ്പോൾ എ പി ബി ഒരു ആർക്കാണ്, എ ക്യൂ ബി വേറൊരു ആർക്കാണ്. ഈ എ പി ബി എന്ന ആർക്ക്
അത് മുഴുവൻ വൃത്തമാകാൻ ഏത് ആർക്കും കൂടി വേണം? എ ക്യു ബിയും കൂടി വേണം. അപ്പോൾ എ പി ബി എന്ന ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക് അഥവാ മറുചാപം ആണ് എ ക്യു ബി എന്ന് പറയും. ഓൾട്ടർനേറ്റ് ആർക്ക് അഥവാ മറുചാപം. അപ്പോൾ എ പി ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്ക് അഥവാ മറുചാപമാണ് എ ക്യു ബി. ഇനി എ ക്യു ബി എന്ന ആർക്ക് എടുക്കുമ്പോൾ അത് പൂർണ്ണവൃത്തമാകാൻ എ പി ബി എന്ന ആർക്ക് കൂടി വേണം അല്ലേ? അപ്പോൾ എ ക്യു ബി എന്ന ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ പി ബി എന്നും പറയാം. തിരിച്ചും പറയാം. എ പി ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ ക്യു ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ പി ബി എന്ന് പറയാം. ഇപ്പം നമ്മൾ ഇതിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതാണ് സെൻറ്റർ. എയും ബിയും കൂടി സെൻറ്ററായ ഒയുമായി യോജിപ്പിക്കുന്നു. ഇവിടെ ഈ എയും ബിയും യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഞാൻ കിട്ടും അല്ലേ? ഈ ആംഗിൾ സി ഡിഗ്രി ആണെങ്കിൽ ഈ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്ത് ഒരു ബിന്ദുവായ ക്യൂവുമായി ഈ എയും ബിയും യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? സിയുടെ പകുതി C/2 ആയിരിക്കും. പിന്നെ ഇവിടെ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ കേന്ദ്രകോണിൻ്റെ പകുതി C/2, 180 നിന്ന് C/2 കുറച്ചതായിരിക്കും. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മളൊന്നുകൂടെ പഠിച്ചു, ഈ രണ്ട് ഭാഗങ്ങളിലുള്ള കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഇതിനെ നമുക്ക് ആർക്കുമായി ബന്ധപ്പെടുത്തി എങ്ങനെ പറയാം? ഈ ആർക്ക്, ഈ വയലറ്റ് കളറിൽ കാണുന്ന ഈ എ പി ബി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഈ ആംഗിൾ എ ഒ ബി. അപ്പോൾ ഈ ആംഗിളിൻ്റെ പകുതിയാണ് ഈ എ പി ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്കല്ലേ ഇത്, ഈ ഓറഞ്ച് കളറിൽ കാണുന്ന എ ക്യു ബി. അപ്പോൾ ഈ എ പി ബി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിൻ്റ് ആണിത്. ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിൻറ്റിൽ ഈ എയും ബിയും യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ. അതായത് വൃത്തത്തിലെ ഏത് ചാപവും, ഇപ്പോൾ ഈ ചാപമാണ് ഇവിടെ, കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് അതിൻ്റെ മറുചാപത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ. ദ ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ on the alternate arc is half of the central angle made at the center. പിന്നെ ഈ ഓറഞ്ച് കളറിൽ കാണുന്ന എ ക്യു ബി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഈ വരുന്നത്. ഇത് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ഇതാണ്. ഇത് ഡിഗ്രി ആണെങ്കിൽ, ഡി ആണെങ്കിൽ ഇത് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കായ എ പി ബിയിലെ ഒരു പോയിൻ്റാണ് പി. അപ്പോൾ ഈ ആംഗിൾ എ പി ബി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. അതായത് 180 മൈനസ് C/2 എന്ന് പറഞ്ഞാൽ ഏതിന് ഈക്വലായിരിക്കും? D/2 ഈക്വലായിരിക്കും. ഇവിടുത്തെ ആംഗിളും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി ആയിരിക്കും. C+D 360 ഡിഗ്രി ആയിരിക്കും. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. എ ബി എന്ന ഒരു ആർക്ക് ഉണ്ട്. അപ്പോൾ ആർക്ക് കൂടുതൽ വ്യക്തമാകും 3 അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. ഇത് എ പി ബിയും ഇത് എ ക്യു ബിയും. എ പി ബി എന്ന ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ ക്യു ബി. തിരിച്ചും പറയാം, എ ക്യു ബി എന്ന ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ പി ബി. ഈ എ പി ബിയുടെ സെൻട്രൽ ആംഗിളാണിത്. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇത് ഏതിൻ്റെ സെൻട്രൽ ആംഗിളാണ്? ഈ ആർക്കിൻ്റെ, ഈ ഗ്രീൻ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് 80 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ ആർക്കല്ലേ? ഈ ആർക്കിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ എയും ബിയും യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഈ ആംഗിൾ 80ൻ്റെ പകുതി എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും എന്നാണ് ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം.
40 ഡിഗ്രി ആയിരിക്കും. ഈ ആർക്കിലെ ഏതൊരു പോയിന്റിലും ഈ എയും ബിയും ചേർന്ന് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 80 ആകുമ്പോൾ ഇത് എത്ര വരും? 360-ന് 80 കുറച്ചാൽ മതി, 280 എന്ന് വരും. ഈ 280 എന്നത് ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഈ AQB എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി ആംഗിൾ എവിടെ വരും? ഈ ഓറഞ്ച് കളറിൽ അല്ലാത്ത ആർക്ക് ഏതാണ്? ഈ പച്ച കളറിൽ കാണുന്ന APB. ഈ APBയിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ പകുതി വരും? 280-ൻ്റെ പകുതി വരും. എത്ര വരും? 140. അത് നമ്മൾ നേരത്തെ പറഞ്ഞതും ശരിയാണ്. ഈ സെൻട്രൽ ആംഗിൾ 80 ആണ്. 80-ൻ്റെ പകുതി കണ്ടുപിടിച്ചിട്ട് 180-ൽ നിന്ന് കുറച്ചാൽ ഈ ആംഗിൾ കിട്ടുമെന്നല്ലേ പറഞ്ഞത്? അതും ശരിയാണ്. 80-ൻ്റെ പകുതി എത്രയാ? 40. 180-ൽ നിന്ന് കുറച്ചാൽ 140 അല്ലേ കിട്ടുന്നത്? പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ആർക്കുകളിലും ഉള്ള ആംഗിൾസ് കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പോൾ 40, 140, 180. ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രോബ്ലം ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ഈ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രോബ്ലമാണുള്ളത്.